അതാണ് ലാസ്റ്റ് ചെയ്തത് എന്താ പറയാ ഹീറോയിൻ സെൻട്രൽ ക്യാരക്ടർ. പിന്നെ പക്ഷെ ഈ സിനിമയിൽ അമ്മയ്ക്ക് ഭയങ്കര ക്യാരക്ടർ. എനിക്ക് ഇപ്പോഴും അറിയാം അമ്മ സൂപ്പർ കൂൾ അമ്മയാണ്. പക്ഷെ എന്നിരുന്നാലും ആ എടുക്കാനുള്ള ഡിസിഷൻ അത് ഇറ്റ് വാസ് വെരി ഫണി. അത് നിങ്ങൾ രാജാന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അത് സംസാരിക്കണം. കാരണം രാജാന്റെ കോൾ എനിക്ക് ഞാൻ ബോംബെ അന്നേരം മക്കളുടെ കൂടെ ഞാൻ ഒരു അവധിക്ക് വന്നതായിരുന്നു. സോ ദെൻ ഐ സെഡ് ഓക്കെ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ലാസ്റ്റ് മിനിറ്റ് യൂണോ അന്നേരം NRIs ഒക്കെ വരുമ്പോൾ ഷോപ്പിംഗ് ഇല്ലേ, ഒന്നും കിട്ടാത്ത പോലെ. അപ്പം ഇങ്ങനെ എല്ലാം മേടിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കും. എനിക്ക് എവിടുന്ന് ഒരു ഫോൺ വരുന്നത്, ദിസ് ഐം ഡയറക്ടർ രാജ, ഐ വുഡ് ലൈക്ക് ടു മീറ്റ് യു, ഞങ്ങൾ ഇങ്ങനെ ഒരു പടം എടുക്കാൻ പോകുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പം ഞാൻ ആ സോണിലേ അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് അപ്പോൾ ഞാൻ എൻ്റെ പിള്ളേർ ചെറുതാ എങ്ങനെയാ അതൊക്കെ ഞാൻ പറഞ്ഞ് ഞാനിപ്പം നാളെ തിരിച്ച് ഞാൻ അമേരിക്കയിൽ പോവാം, നാളെ രാത്രി നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും സംസാരിക്കാം. സോ ഈ സെഡ് ഇല്ല ഞാൻ നാളെ വരാം, നാളെ നിങ്ങളെ കാണാൻ വരാം. ഞാൻ പറഞ്ഞു ഞാനൊന്ന് വീട്ടിൽ ചെന്നിട്ട് ഞാനൊന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കട്ടെ. അങ്ങനെ വീട്ടിൽ ചെന്ന് ഞാൻ സംസാരിച്ച്. അപ്പോൾ പിന്നെ മൈ ഹസ്ബൻഡ് ശിരീഷിന് അന്നേരം തോന്നി ദാറ്റ് ഐ ലെഫ്റ്റ് മൈ കരിയർ ലൈക്ക് വെരി ഏർലി. ഐ ഡിഡ്ന്റ് യൂസ് മൈ ഫുൾ പൊട്ടൻഷ്യൽ. സോ ഈ സെഡ് ഇഫ് സ്റ്റിൽ പീപ്പിൾ ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ യു ഷുഡ് ഡു ഇറ്റ്. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ അപ്പം ഇങ്ങനെ എല്ലാവരും എൻ്റെ പേരൻസും എൻ്റെ ഇൻലോസ് എല്ലാം അതിനുള്ള ധൈര്യവും സപ്പോർട്ടും കാണിച്ച കാരണം എന്നാൽ ശരി ചെയ്യാം. പക്ഷേ അത് മക്കളുടെ അവധി സമയം പറ്റത്തുള്ളൂ. കാരണം എൻ്റെ പിന്നെ ഇറ്റ് ഈസ് ലിറ്റിൽ ഡിഫിക്കൾട്ട് ബിക്കോസ് ഐ നോ ഹൗ മച്ച് മൈ ഇൻവോൾവ്മെൻറ്റ് ഇസ് ഇൻ എവറി ഡേ ലൈഫ് ഫോർ ദ കിഡ്സ്. അപ്പോൾ അങ്ങനെ പിന്നെ വന്ന് ഇപ്പോൾ കഥയൊക്കെ വന്ന് പറഞ്ഞപ്പം അപ്പോൾ ആദ്യം രാജ കളിയാക്കിയായിരുന്നു. രാജ പറഞ്ഞു രാജയ്ക്ക് പേടിയായിരുന്നു ചോദിക്കാൻ ഈ ക്യാരക്ടറിനെ കുറിച്ച്. കാരണം രാജ വീട്ടിൽ വന്നപ്പം ഐ വാസ് ഡൂയിങ് സംതിങ് ഇൻ അനദർ റൂം. അപ്പം ഞാൻ ഇറങ്ങി വന്നപ്പം ഞാനൊരു ഡ്രസ്സൊക്കെ ഇട്ട് എൻ്റെ ദൈവം എനിക്ക് അടി കിട്ടുമോ ഇതിപ്പോൾ വന്ന് ഞാൻ ചോദിച്ചാൽ ഈ ക്യാരക്ടർ ചെയ്യുമോ എന്ന്. അങ്ങനെ പക്ഷേ എന്താണെന്നറിയാമോ, ആ സമയത്ത് എനിക്കറിയായിരുന്നു ഐ എം നോട്ട് ഇൻ മൈ 20s anymore. പിന്നെ സമയം അനുസരിച്ച് നമ്മളും മാറണം. അപ്പം ഞാൻ ഓർത്ത് ഇറ്റ്സ് ഓക്കെ. And the character seemed like a very strong woman, single as mother. In a very positive, strong എന്ന് പറഞ്ഞാൽ very positive. She takes charge of her life and her son's life. So there were a lot of elements as a very powerful woman character. എന്നാ പിന്നെ ശരി ചെയ്യാം, നടക്കുന്നത് അടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ പരിപാടിക്ക് തിരിച്ചു പോവാം. അങ്ങനെ